Shalom Aleichem, Malachai Sharet, Malachai Elyon, Mimele Velaheyam Yalahim, Hakadosh Baruch. ഷാലം അലേഹിം. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹീബ്രു ഭാഷയിലെ ഈ മനോഹരമായ ആശംസയുടെ അർത്ഥം നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്നാണ്. പക്ഷേ ഇതൊരു സാധാരണ അഭിവാദ്യം മാത്രമല്ല. യഹൂദ മതത്തിലെ ഏറ്റവും വിശുദ്ധമായ ദിവസമായ ശബത്തുമായി ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ശബത്ത്, ദൈവം ലോകത്തെ 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തതിൻ്റെ സ്മരണയായി ശബത്ത് ആചരിക്കുന്നു. ശബത്ത് ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തോടെയാണ്. ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തോടെയാണ്, അവസാനിക്കുന്നത് ശനിയാഴ്ച സൂര്യാസ്തമയത്തോടെയും. ഈ സമയം കുടുംബാംഗങ്ങൾ എല്ലാവരും എല്ലാ ജോലികളിൽ നിന്നും വിശ്രമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഭക്ഷണം പങ്കിടുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം വെള്ളിയാഴ്ച വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞ് സിനഗോഗിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു വ്യക്തിക്കൊപ്പം 2 കാവൽ മാലാഖമാരുണ്ടാകും. സാബത്തിനായി ഓരോ കുടുംബവും വിളക്കുകൾ തെളിച്ച് ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്ന മേശ എങ്ങനെയുണ്ട് എന്ന് മാലാഖമാർ നോക്കും എന്നുമാണ് ജൂതന്മാരുടെ ഓറൽ തോര എന്നറിയപ്പെടുന്ന താൽമുട്ട് പറയുന്നത്. ജൂതന്മാർ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ തനഖിനേക്കാളും മൂല്യം കൽപ്പിക്കുന്നത് താൽമുട്ടിനാണ്. മാലാഖമാരുടെ അനുഗ്രഹം വാങ്ങാൻ ആയിട്ടാണ് സാധാരണ ശാബത്തിൽ ഈ പാട്ട് പാടി വരാറുള്ളത്. ഷാലോം അലേഹിം എന്ന ഈ പ്രാർത്ഥനാ ഗീതം 4 കവിതാശകലങ്ങൾ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഷാലേം അലേഹിം, നിങ്ങൾക്കു സമാധാനം. രണ്ടാമത്തേത് ബോഷ്യം യശാലേം, സമാധാനത്തോടെ മാലാഖമാരെ സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തേത് ബാർഷുണി ഷാലേം, ഞങ്ങളെ സമാധാനത്തോടെ അനുഗ്രഹിക്കണമേ എന്നത്. അവസാന ഭാഗം മാലാഖമാരെ സമാധാനത്തോടെ യാത്രയാക്കിക്കൊണ്ടുള്ളതാണ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: സേഥം യശാലേം മാലാഖൈ യശാലേം മാലാഖൈ എലിയോൻ മീമേലെ യാഹേയം യാലഹിം ഹകാദോഷ് ബാരുഖ്. ഷാലോം അലേഹിം, സമാധാനം നിങ്ങളോട് കൂടെ.